കർത്താവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ വേദവിദ്യാർത്ഥികൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം സഭയിൽ ആക്കി വച്ചിരിക്കുന്ന ശുശ്രൂഷകന്മാരുടെ നിരകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് അനുവദിച്ചാൽ ഇന്നുകൊണ്ട് ഈ സഭാശാസ്ത്രം അവസാനിപ്പിക്കണമെന്ന് കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. ദൈവം സഹായിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇടയന്മാരെ കുറിച്ചൊന്ന് തുടങ്ങി വെക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമുക്കറിയാം, ദൈവസഭയിൽ അപ്പോസ്തലന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, സുവിശേഷകന്മാരുണ്ട്, ഇടയന്മാരുണ്ട്, ഉപദേഷ്ടാക്കന്മാരുണ്ട്. ഇന്ന് നമുക്ക് ഇടയന്മാരെ കുറിച്ചും ഉപദേഷ്ടാക്കന്മാരെ കുറിച്ചും മാത്രമല്ല, ഇന്ന് ദൈവസഭയിൽ വന്നുകൂടിയ മൂല്യച്യുതികളെ കുറിച്ചും ചിന്തിക്കണമെന്ന് കർത്താവിൽ ശരണപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു സ്ഥാനത്തിന് വേണ്ടി ആരെങ്കിലും ഈ സഭാ ശുശ്രൂഷ അല്ലെങ്കിൽ ഇടയ ശുശ്രൂഷ ഏറ്റെടുക്കരുത്. അത് ശിക്ഷാർഹമാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഒരാൾ ദൈവവിളി അനുസരിച്ച് ഈ വേല തിരഞ്ഞെടുത്താൽ അതൊത്തിരി നല്ലതാണ് എന്നുള്ള കാര്യവും നമ്മൾ മറന്നു പോകല്ലേ. ഒരു പാസ്റ്ററുടെ ക്വാളിറ്റീസ് ആണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനാധാരമായി 2 വേദഭാഗങ്ങൾ നമ്മൾ വായിക്കണം. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെ ഒരാൾ വായിക്കണം. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കണം. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയും, തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 5 മുതൽ 9 വരെയും. ഈ വേദഭാഗങ്ങൾ 2 പേര് വായിച്ചാണ്. ഒരുവൻ അധ്യക്ഷ സ്ഥാനം ഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു. എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായി ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനും ആയിരിക്കണം. മദ്യപ്രിയനും തല്ലുകാരനും അരുത്. ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനും ആയിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? നിഗളിച്ച് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യനും അരുത്. നിന്നയിലും പിശാചിന്റെ കെണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറമെയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനും ആയിരിക്കണം. വെരി ഗുഡ്. അടുത്തത് തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 5 മുതൽ 9 വരെ. ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ. മൂപ്പൻ കുറ്റമില്ലാത്തവനും ഏക ഭാര്യ ഉള്ളവനും ദുർനടപ്പിന്റെ ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവനും ആയിരിക്കണം. അധ്യക്ഷൻ ദൈവത്തിന്റെ ഗൃഹവിചാരകനാകിയാൽ അനിന്യനായിരിക്കണം. തന്നിഷ്ടക്കാരനും കോപിയും മദ്യപ്രിയനും തല്ലുകാരനും ദുർലാഭമോഹിയും അരുത്. അതിഥിപ്രിയനും സൽഗുണപ്രിയനും സുബോധശീലനും നീതിമാനും നിർമ്മലനും ജിതേന്ദ്രിയനും പഥ്യോപദേശത്താൽ പ്രബോധിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസ വചനം മുറുകെ പിടിക്കുന്നവനും ആയിരിക്കണം. ഈ 2 ലേഖന ഭാഗങ്ങൾ കൂടെ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്താൽ ഏതാണ്ട് 20 യോഗ്യതകളെങ്കിലും ഒരു സഭാ ശുശ്രൂഷകന് ഉണ്ടായിരിക്കണം.
അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇന്ന് ചിന്തിക്കാം. ഒത്തിരി വിശദീകരിക്കുകയില്ല, എങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞു പോകാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടും. ഒന്ന്, അധ്യക്ഷൻ നിരപവാദ്യനായിരിക്കണം, അല്ലെങ്കിൽ ബ്ലെയിംലെസ് ആയിരിക്കണം. കുറ്റം ആരോപിക്കപ്പെടാത്ത വ്യക്തിയായിരിക്കണം സഭാ ശുശ്രൂഷകൻ. ഒരു കുറ്റവും ഇല്ലെങ്കിൽ ഇഷ്ടം പോലെ കുറ്റങ്ങൾ ആരോപിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പാർക്കുന്നത്. അത് വേറെ വശം. എന്നാൽ സത്യസന്ധമായി വിസ്തരിച്ച് കഴിയുമ്പോൾ കുറ്റമില്ലാത്തവനായിരിക്കണം. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. രണ്ട്, ഏക ഭാര്യയുടെ ഭർത്താവ്. ബഹുഭാര്യത്വം എന്നുള്ളത് ഗ്രീക്കുകാരുടെ ഇടയിലും റോമക്കാരുടെ ഇടയിലും ഇല്ലായിരുന്നു. പൊളിഗമി അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. മരണം വരെ ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ. റോമൻ പൗരത്വം ലഭിച്ച യഹൂദനായ പൗലോസ് പറയുകയാണ്, ശുശ്രൂഷകൻ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം. ഡൈവോഴ്സ് കഴിഞ്ഞവൻ ഇടയ ശുശ്രൂഷ ചെയ്യാൻ പാടില്ല. വിവാഹിതനല്ലാത്ത ഒരു ആളും സഭാ ശുശ്രൂഷകനാകാൻ ദൈവവചനം അനുശാസിക്കുന്നില്ല. തന്നെ നിങ്ങളുടെ മനസ്സിൽ ചില ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഞാൻ ബൈബിളിലെ കാര്യം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇസ്രയേലിലെ മഹാപുരോഹിതൻ, ഇസ്രയേലിലെ ആദ്യത്തെ മഹാപുരോഹിതന്റെ പേരെന്താണ്? അഹരോൻ. ഇന്ന് പല ക്രൈസ്തവ സഭകളിലും മേലധ്യക്ഷന്മാര് അല്ലെങ്കിൽ അവരുടെ പുരോഹിതന്മാര് വിവാഹം കഴിക്കുന്നില്ല. അത് എവിടുന്ന് വന്ന നിയമമാണെന്നൊന്നും നമുക്കറിയത്തില്ല, അവർക്കറിയാം. ഒരു വേദഭാഗം ഒന്ന് എടുക്കാമോ? പുറപ്പാട് ദിവസം 6-ാം അധ്യായം 23-ാം വാക്യം. പുറപ്പാട് ദിവസം 6-ാം അധ്യായം 23-ാം വാക്യം. നഹ്ശോന്റെ സഹോദരി അബീനാദാബിന്റെ മകളും നഹ്ശോന്റെ സഹോദരിയുമായ എലീശബയെ ഭാര്യയായി പരിഗ്രഹിച്ചു. അവൾ അവന് നാദാബ്, അബീഹു, എലയാസർ, ഈഥാമാർ എന്നിവരെ പ്രസവിച്ചു. ആമേൻ. എന്താ മനസ്സിലായി? ഇസ്രയേലിലെ ആദ്യത്തെ മഹാപുരോഹിതനായിരിക്കുന്ന അഹരോൻ വിവാഹിതനായിരുന്നു. 4 മക്കളും അവർക്ക് ഉണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും. അതിന്റെ കുടുംബജീവിതം ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് തടസ്സമേ അല്ല. കുടുംബം എന്ന വ്യവസ്ഥിതി ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥിതിയാണ്. സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഇരുവരും ഒരു ദേഹമായി തീരും. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അന്നേരം സഭാ ശുശ്രൂഷകൻ വിവാഹിതനായിരിക്കണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. വിവാഹിതൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ഏക ഭാര്യയുടെ ഭർത്താവ്. വളരെ എടുത്തു പറയുന്ന പദമാണ് ഏക ഭാര്യയുടെ ഭർത്താവ്. കാരണം ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ, അമേരിക്കൻ ഐക്യനാടുകൾ, ആഫ്രിക്കൻ രാജ്യങ്ങളില്, മറ്റു ഇടങ്ങളിലൊക്കെ ഒന്നിലധികം ഭാര്യമാരുള്ള ശുശ്രൂഷകന്മാരുണ്ട്. കുറച്ചുനാൾ ഒരാളുടെ കൂടെ ജീവിച്ചിട്ട് വേറൊരാളെ സ്വീകരിച്ചിട്ട് ജീവിക്കുന്ന
ചില ശുശ്രൂഷകന്മാരുണ്ട്, അത് ദൈവസ്ഥനിൽ പാപമാണ്. അങ്ങനെയുള്ളവൻ സഭാ ശുശ്രൂഷകനായിരിക്കാൻ വചനം അനുശാസിക്കുന്നില്ല. ആ കാര്യം ഓർക്കണം. പുതിയ നിയമസഭയ്ക്കും പുതിയ നിയമസഭയ്ക്ക് ഒരധ്യക്ഷൻ ഉണ്ടായിരിക്കണം. ആ അധ്യക്ഷൻ വിവാഹിതനായിരിക്കണം. അപ്പോസ്തലന്മാര് വിവാഹം കഴിച്ചോ ഇല്ലയോ? കഴിച്ചോ? കഴിച്ചു. അപ്പോസ്തലന്മാരെ കല്യാണം കഴിച്ചവരാണോ അല്ലയോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടെ പറയാം. കല്യാണം കഴിച്ചവരാണ്. പത്രോസ് കല്യാണം വിവാഹം കഴിച്ചവരാണ്. കഴിക്കുന്നുണ്ട്. ആ, സഹോദരന്മാര് പറയാണ് ഞങ്ങളൊന്നും പാസ്റ്റർ ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് വ്യക്തമായി അറിയത്തില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഇതിനകത്ത്. പത്രോസിന്റെ അമ്മായിയമ്മയ്ക്ക് സുഖമില്ലായിരുന്നു സർ. അങ്ങനെയുള്ള ആ, അതെ ഇത് അതെ. അന്നേരം പത്രോസ് കല്യാണം കഴിച്ചെന്ന് വളരെ വ്യക്തമായിട്ടുണ്ട് അല്ലേ? ഉം. നിങ്ങളുടെ സംശയം അങ്ങ് മാറ്റി തരാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിക്കണം. 1 കൊരിന്ത്യർ 9:5. അപ്പോസ്തലന്മാരും കർത്താവിന്റെ സഹോദരന്മാരും കേഫാവും ചെയ്യുന്നത് പോലെ ഭാര്യയായ ഒരു സഹോദരിയുമായി സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് അധികാരമില്ലയോ? നോക്കണം, കേഫാവ് എന്ന് പറഞ്ഞാൽ ആരാ? പത്രോസ്. പത്രോസ്. കേഫാവ് സഞ്ചരിക്കുന്നത് തന്നെ ഭാര്യയുടെ കൂടെ. യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാര് സഞ്ചരിക്കുന്നത് അവരുടെ ഭാര്യമാരുടെ കൂടാണ്. അപ്പോസ്തലന്മാര് സഞ്ചരിക്കുന്നത് ഭാര്യമാരുടെ കൂടാണ്. അങ്ങനല്ലേ എഴുതിയേക്കുന്നേ? അങ്ങനാണോ? നിങ്ങളൊന്ന് അനങ്ങാതിരിക്കുന്നേ? ഭാര്യയായ ഒരു സഹോദരി. ആ, സ്തോത്രം. എന്നിട്ട് ഇവരെല്ലാരും വിവാഹം കഴിച്ചവരാണ്. യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാർ വിവാഹം കഴിച്ചവരാണ്. അപ്പോസ്തലന്മാർ വിവാഹം കഴിച്ചവരാണ്. എന്നാലും കുടുംബമായി കർത്തൃവേല ചെയ്യണമെന്ന് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നു. മനസ്സിലായോ? അന്നേരം ഒരു സഭാ ശുശ്രൂഷകന്റെ ഒന്നാമത്തെ യോഗ്യത, അവൻ ബ്ലെയിംലെസ് ആയിരിക്കണം. സെക്കൻഡ് വൺ, അവൻ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം. മൂന്നാമത്, നിർമ്മതനായിരിക്കണം. വിജിലന്റ് ആയിരിക്കണം. അത് സുബോധമുള്ള എന്നർത്ഥം വരുന്ന പദമാണ് അവിടെ കാണുന്നത്. സുബോധമുള്ള എന്ന ആശയം നമുക്ക് കാണാൻ കഴിയും. പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കും പലരും പറഞ്ഞിട്ടില്ലേ? നേരം എല്ലാവർക്കും സുബോധമൊക്കെ ഉണ്ടെങ്കിലും സഭാ ശുശ്രൂഷകന് പ്രത്യേക സുബോധം വേണം. ആരോട് എങ്ങനെ എപ്പോൾ സംസാരിക്കണമെന്നും എങ്ങനെ ഒരു വീട്ടിൽ ബിഹേവ് ചെയ്യണമെന്നും ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ബോധ്യമുള്ളവനായിരിക്കണം സഭാ ശുശ്രൂഷകൻ. നിർമ്മതനായിരിക്കണം. നാലാമത്തെ കാര്യം, ജിതേന്ദ്രിയൻ. സോബർ എന്നുള്ള പദമാണ്. ജിതേന്ദ്രിയനായിരിക്കണം. അതായത് ബുദ്ധി ബോധപൂർവം ഉപയോഗിക്കുന്നവനായിരിക്കണം. വണ്ടി പോയിട്ട് കൈ കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യം പറയുന്നതിന് മുമ്പ് ചിന്തിക്കണം, അത് വേണോ വേണ്ടായോ എന്നുള്ളത്. ഒരു കാര്യത്തിൽ പോയി തല ഇടുന്നതിന് മുമ്പ് ചിന്തിക്കണം, അതിന്റെ ആവശ്യകത ഉണ്ടോ എന്ന്. അന്നേരം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ബുദ്ധി അത് ബോധപൂർവം ഉപയോഗിക്കണം. ചിലയിടത്ത് മിണ്ടാതിരിക്കണമെന്ന് തോന്നിയാൽ മിണ്ടാതിരുന്നോണം. എല്ലാവരെയും ഒന്നും ചിലപ്പോൾ ഒരു പാസ്റ്റർക്ക് നന്നാക്കാൻ ഒത്തൊന്നും വരുന്നില്ല. അത് വചനത്തിൽ ഇങ്ങനെ കിടപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിന്റെ പുറകെ പോയാൽ ചിലപ്പോൾ സഭ കാണത്തില്ലായിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. സുബോധത്തോട് വേണം കർത്താവിന് വേല ചെയ്യാൻ.
അടുത്തത് സുശീലൻ, അല്ലേ? ഗുഡ് ബിഹേവിയർ. സുശീലനായിരിക്കണം എന്ന് പറഞ്ഞാൽ നല്ല പെരുമാറ്റച്ചട്ടമുള്ളവനായിരിക്കണം. ഗ്രീക്കിലൊരു വാക്കുണ്ട്, കോസ്മിയോൺ എന്നാണ് പേര്. KOSMION, കോസ്മിയോൺ. അതിന്റെ അർത്ഥം കൃത്യനിഷ്ഠയുള്ള എന്ന ആശയമാണ്. ഒന്നുകൂടെ ലഘൂകരിച്ചാൽ മാതൃകാപരമായ ജീവിതം നയിക്കുന്നവൻ. 10 മണിക്ക് മീറ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ 10:30-ക്കാണ് ഒരു ശുശ്രൂഷകൻ വരുന്നെങ്കിൽ കൃത്യനിഷ്ഠ പോയില്ലേ? ചില എമർജൻസിയിലൊക്കെ ചിലപ്പോൾ സംഭവിക്കാമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് സമയം പാലിക്കുന്നില്ലെങ്കിൽ കൃത്യനിഷ്ഠ വേണം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ സമയം എല്ലാം വളരെ പഞ്ച്വൽ ആയിരിക്കണം. പഞ്ച്വാലിറ്റി ഉള്ള ആളായിരിക്കണം. ആരുടെ കാര്യം പറയുന്നേ? നമ്മളിപ്പോൾ ആരുടെ കാര്യം പറയുന്നേ? ആ, ഇടയന്റെ കാര്യമാണ് പറയുന്നത്. അതിനകത്ത് ഒത്തിരി ഇടയന്മാരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആറാമത് അതിഥിപ്രിയൻ ആയിരിക്കണം. ഗിവൺ ടു ഹോസ്പിറ്റാലിറ്റി. അതിഥിപ്രിയനായിരിക്കണം. വീട്ടിൽ ആരെങ്കിലും വന്നാൽ അവർക്ക് സൽക്കാരം നടത്തുവാനുള്ളതായ മനസ്സുണ്ടായിരിക്കണം. 2 വാക്യങ്ങളൊന്ന് വായിക്കുന്നതിനും തെറ്റില്ല. എബ്രായ ലേഖനം 13:1 വായിച്ചേ. എബ്രായ ലേഖനം 13:1. സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ആമേൻ. ചിലർ അറിയാതെ ദേവദൂതന്മാരെ അതിഥി സൽക്കാരം മറക്കരുത്. നമ്മളെപ്പോഴും 103-ാം സങ്കീർത്തനം ആദ്യ വാക്യങ്ങൾ പറയും, ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറക്കരുത്. നീ ഇതുകൂടെ പറയണം ഇടയ്ക്ക്. അതിഥി സൽക്കാരം മറക്കരുത്. പ്രൈസ് ഗോഡ്. 1 പത്രോസ് 4:9 വായിക്കാമോ? 1 പത്രോസ് 4:9. പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പിൻ. ആമേൻ. പിറുപിറുപ്പ് കൂടാതെ അതിഥി സൽക്കാരം ആചരിക്കും. ഞാൻ ഇന്ന് നമ്മൾ ഓർക്കുന്നുണ്ട്, ഞാനും സെലിനും കൂടെ നമ്മൾ BP ജോൺ പാസ്റ്റർ വീട്ടിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് പോയി. ആ പാവം പിടിച്ച ദേവാസൻ എന്തെല്ലാം വിഭവങ്ങളോട് ഒരുക്കി വെച്ചു. അതിഥി സൽക്കാരം അതെങ്ങനെ ചെയ്യണമെന്നാ? പിറുപിറുപ്പ് കൂടാതെ ചെയ്യണം. ഇന്നത്തെ വെളിച്ചെണ്ണയുടെ വിലയും ഇറച്ചിയുടെ വിലയും സാഹചര്യം ഒക്കെ നോക്കി കഴിഞ്ഞാൽ പിറുപിറുത്ത് പോകാൻ സാധ്യതയുണ്ട്. വീട്ടുകാരുടെ കാര്യം തന്നെ നോക്കുന്നത് വളരെ കഷ്ടിച്ചാണ്. അന്നേരം അപ്രതീക്ഷിതമായിട്ട് ചിലരൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതൊന്ന് ചെയ്തു നോക്കിക്കേ. കലത്തിലെ മാവ് കുറയത്തില്ല, ഭരണിയുടെ എണ്ണ കുറയത്തുമില്ല. ആമേൻ. അബ്രഹാം ദൈവദൂതന്മാരെ സൽക്കരിച്ചു. അറിയാതെ സൽക്കരിച്ചതാ. വഴിപോക്കരാണെന്നുള്ള നിലയിൽ ചെയ്തതാ. അത് തലമുറയിലേക്ക് അനുഗ്രഹങ്ങളെല്ലാം വന്നില്ലേ? എത്ര ദൈവപ്രവൃത്തിയാണ് അബ്രഹാമിനും തന്റെ തലമുറയ്ക്കും ദൈവം ചെയ്യുവാനിടയായി തീർന്നത്, അല്ലേ? ഓക്കെ. 7-ാമത് ഉപദേശിപ്പാൻ സമർത്ഥൻ ആയിരിക്കണം. ആപ്റ്റ് ടു ടീച്ച്. ദൈവവചനം പഠിപ്പിക്കുവാൻ, ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം. ജീസസ്
അതായത് ദൈവവചനം പഠിപ്പിക്കുന്നതിൽ ഒരു സഭാ ശുശ്രൂഷകൻ നിപുണനായിരിക്കണം. 2 തീമോഥെയോസ് 2:24 വായിക്കാമോ? 2 തീമോഥെയോസ് 2:24. കർത്താവിന്റെ ദാസൻ ചണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്രേ ഇരിക്കേണ്ടത്. ആമേൻ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വാക്യം കൂടാണ്. ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം ഏറ്റവും കൂടുതൽ ദോഷം സഹിക്കുന്നത് ഉപദേശിമാരാകട്ടോ. എന്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അത്. ഓക്കെ, അന്നേരം ഒരു അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു നല്ല അധ്യാപകൻ കൂടെ ആയിരിക്കണം. ദീർഘവർഷം സുവിശേഷ വേലയിലായിരുന്ന ഒരു കർത്തദാസൻ, എൻ്റെ ഒരു സ്നേഹിതൻ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് യുഎയിൽ വന്നു എൻ്റെ കൂടെ താമസിച്ചു. അന്നേരം എനിക്ക് യുഎയുടെ പല ഭാഗങ്ങൾ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന് പോകാൻ പറ്റുകയില്ല, ഫാസ്റ്റ് ഇന്ന് പോയിട്ട് ക്ലാസ് അങ്ങ് എടുക്കുക, ഞാൻ അവരോട് പറയാം. പുള്ളി പേടിച്ചു പോയി. പുള്ളി പറഞ്ഞു, ഞാൻ പ്രസംഗിക്കുവാണെങ്കിൽ പ്രസംഗിക്കുക, എനിക്ക് ക്ലാസ് എടുക്കാൻ അറിയത്തില്ല. ഞാൻ പറഞ്ഞു, ബൈബിൾ ക്ലാസ് പഠിക്കുന്നതിന്റെ മുമ്പിൽ പ്രസംഗിച്ചിട്ടുള്ള കാര്യം, ഒരു വചനം പഠിപ്പിക്കും, ഒരു സബ്ജക്ട് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. ഇന്നത്തേക്ക് ഒരു സ്പെഷ്യൽ സബ്ജക്ട് പഠിപ്പിക്കാൻ പറഞ്ഞു. പുള്ളി പഠിപ്പിച്ചുമില്ല, പുള്ളി അവിടെ പോയതുമില്ല. കാരണം പുള്ളിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. ഇന്ന് പകൽക്കാലം ഈ വൈകവേളയിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, പ്രത്യേകിച്ച് സഭാ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാരും നിങ്ങളുടെ സഭയിലൊക്കെ ബൈബിൾ ക്ലാസ് എടുക്കുന്നത് നന്നായിരിക്കും. വചനം ഉപദേശപ്രകാരമായിരിക്കണം, അത് സത്യമായിരിക്കണം പഠിപ്പിക്കുന്നത്. എന്തെങ്കിലും അത് പഠിപ്പിക്കല്ലേ. പഠിപ്പിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരിക്കണം. മനസ്സിലായോ? എന്ത് പഠിപ്പിക്കണം, എന്ത് പഠിപ്പിക്കരുത് എന്നുള്ള കാര്യം നന്നായി അറിയണം. പ്രത്യേകിച്ച് സൺഡേ സ്കൂളൊക്കെ പഠിപ്പിക്കുന്ന അധിവാസന്മാരുണ്ട്, സൺഡേ സ്കൂൾ അധ്യാപകർ, നമുക്കറിയാം. കൊച്ചു കുഞ്ഞുങ്ങളെ നന്നായി പഠിപ്പിക്കണം. പണ്ടൊരു അധ്യാപകൻ പഠിപ്പിച്ചു, സിനിമ കാണുന്നത് കുഴപ്പമില്ല, അവരത് അഭിനയമല്ലേ, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല എന്ന് പഠിപ്പിച്ചു. ക്ലാസ് കഴിഞ്ഞപ്പം പലരും എന്നെ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി, പാസ്റ്ററെ അത് ശരിയാണോ, അത് ശരിയാണോ, ഞങ്ങളെ ഇങ്ങനെ പഠിപ്പിച്ചു. നോക്കണേ, അങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങളെ എന്ത് പഠിപ്പിക്കണം, എന്ത് പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് അറിയണം. മനസ്സിലായോ? സിനിമ കാണുന്ന പാപമാണോ അല്ലയോ? നിങ്ങൾ ആരും കയ്യൊന്നും പൊക്കണ്ട, ഞാൻ ചോദിച്ചാൽ മറുപടി പറഞ്ഞാൽ മതി. സിനിമ കാണുന്ന പാപമാണോ അല്ലയോ? ആര് സ്ഥലത്തില്ലേ? ആത്മീയ ജീവിതത്തിന് കോട്ടം തട്ടുന്ന എന്തും പാവാ. അതെ, ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടോ തോന്നുന്നു. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തിരുവല്ലായ്ക്കടുത്തൊരു ചർച്ചിൽ 4 വർഷം അങ്ങനെ ഭവന സന്ദർശനാർത്ഥം ഒരു വീട്ടിൽ ചെന്നപ്പോ, PDCക്ക് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ച്, ഇന്ന് അവള് കുടുംബമായിട്ട് കുവൈറ്റിലുണ്ട്, എന്നോട് ഒറ്റ ചോദ്യം ചോദിച്ചു, സിനിമ കാണലെന്ന് ബൈബിളിൽ നിന്ന് കാണിച്ചു തരുവാണെങ്കിൽ ഇന്ന് പാസ്റ്ററുകളുടെ ചർച്ചയിൽ ഞാൻ വരുന്നു. ഞാൻ ആ മോളെ വിളിച്ചിട്ട് പറഞ്ഞു, ബൈബിൾ എടുത്തിട്ട് വരാൻ പറഞ്ഞു, നമുക്കതൊന്ന് വായിച്ചേക്കാം. യെശയ്യാ പ്രവചനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യവും 16-ാമത്തെ വാക്യവും ഒന്ന് വായിച്ചു. യെശയ്യാ പ്രവചനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം ആദ്യം വായിക്കാം. സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ ഗർവവും ഉന്നത ഭാവമുള്ള എല്ലാറ്റിന്മേലും നിഗളമുള്ള എല്ലാറ്റിന്മേലും വരും. അവ താണുപോകും. ഒരു മിനിറ്റ്. യഹോവയുടെ നാൾ
ദ ഡേ ഓഫ് ദ ലോർഡ്, അത് ന്യായവിധിയെ കാണിക്കുന്നതാണ്. ഇനി 16-ാം വാക്യം, അത് ഇംഗ്ലീഷ് ബൈബിളാണ്, കറക്റ്റ്. മലയാളത്തിൽ വായിച്ചേ. ഉന്നതമായ സകല ഗോപുരത്തിന്മേലും ആ, ഉറപ്പുള്ള എല്ലാ മതിലിന്മേലും എല്ലാ തർശീശ് കപ്പലിന്മേലും മനോഹരമായ സകല ശൃംഗാര ഗോപുരത്തിന്മേലും മനോഹരമായ സകല ശൃംഗാര ഗോപുരങ്ങളുമേലും യഹോവയുടെ ന്യായവിധി വരും. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് അപ്പോൺ ഓൾ പ്ലസന്റ് പിക്ചേഴ്സ് എന്നാണ്. കണ്ണിന് ഇമ്പകരമായിരിക്കുന്ന സകല ചിത്രങ്ങളുടെ മേലും. ശൃംഗാരഗോപുരം എന്ന് പറഞ്ഞാൽ തിയേറ്റർ, നാടകശാലകള്, അങ്ങനെ ദൈവമില്ലാതെ ഉള്ള കാര്യങ്ങളുടെ മേലെല്ലാം ദൈവത്തിന്റെ ന്യായവിധി വരും എന്ന് പ്രവാചകനായ യെശയ്യാവിൽ കൂടെ ദൈവം വിളിച്ചു പറയുകയാണ്. ഞാൻ ഈ വാക്യം മോളെ കാണിച്ചു കൊടുത്തു. ആ കുഞ്ഞ് അന്ന് ഞങ്ങളുടെ ചർച്ചയിൽ വന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ബൈബിളിലെ പല കാര്യങ്ങളും നമുക്ക് വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് ഉപദേശം വിട്ടു പോകുന്നത്. വേറെ ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഞാൻ നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഒരു ക്യാപ്സ്യൂൾ തന്നെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. അന്നേരം ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം സഭാ ശുശ്രൂഷകൻ. ഇനി 8-ാമത്, മദ്യപ്രിയൻ ആകരുത്. ഒരു വിശ്വാസി പോലും മദ്യപാനിയാകരുത്. നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ശരീരത്തെയും മയക്കുന്ന വിഷമാണ് മദ്യപാനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 31-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളൊന്ന് നോക്കിക്കേ. വീഞ്ഞു കുടിക്കുന്നത് രാജാക്കന്മാർക്ക് കൊള്ളരുത്. ലമുവേലെ, രാജാക്കന്മാർക്ക് അത് കൊള്ളരുത്. മദ്യാസക്തി പ്രഭുക്കന്മാർക്ക് കൊള്ളരുത്. അവർ കുടിച്ചിട്ട് നിയമം മറന്നു പോകുവാനും അരിഷ്ടന്മാരുടെ ന്യായം മറിച്ചു കളവാനും ഇടവരരുത്. നശിക്കുമാറായിരിക്കുന്നവന് മദ്യവും മനോവസനമുള്ളവന് മതി മതി മതി. നമ്മൾ വിചാരിക്കും മദ്യപിക്കുന്ന എവിടാ പാസ്റ്റർമാരെന്ന് ചോദിക്കും. നമ്മൾ ചിന്തിക്കും ഈ ലോകം ഭയങ്കര വിശാലമായി കിടക്കുന്നതാണ്. സാധുക്കളായ നമ്മള് കൂടുന്ന കൂട്ടായ്മകളൊന്നും അത് കാണുകയില്ല. എന്നാൽ പല ഭാഷക്കാരുടെ ഇടയിൽ, പല ജാതിയുടെ ഇടയിൽ ഒക്കെ മദ്യപിക്കുന്നവർ ധാരാളമുണ്ട്. എന്റെ UAE-യില് ഒരു ചർച്ചിലെ സഹശുശ്രൂഷകനായിരിക്കുന്ന ഒരു മനുഷ്യൻ, വണ്ടി ആക്സിഡന്റ് ഉണ്ടായി. പോലീസ് പരിശോധിച്ചപ്പോ അദ്ദേഹം മദ്യപിച്ചിരുന്നു. സഹശുശ്രൂഷകനാണ്. അവരൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല. നമ്മൾ അറിയുന്നില്ല. പക്ഷെ അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് മദ്യപ്രിയൻ ആകരുത്. പാസ്റ്റർമാർക്ക് മാത്രമല്ല, ഒരു വിശ്വാസിയും മദ്യപ്രിയനാകരുത്. പണ്ട് വിദേശത്ത് ഒരു വീട്ടിൽ ഞാൻ താമസിക്കുമ്പോൾ ആ വീട്ടിലെ അവിടുത്തെ അങ്കിൾ എനിക്ക് ഒരു ബോട്ടിൽ കൊണ്ടുവന്നു വൈകിട്ട്. ഞാൻ പറഞ്ഞു ഞാനിത് ഉപയോഗിക്കരുന്നു. എന്റെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല, ഇനി ഉപയോഗിക്കരുന്നു. നടന്ന കാര്യം ഈ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ വൈകിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉപയോഗിക്കും. അദ്ദേഹം അതെനിക്ക് തരാൻ കാരണം ഇതിനു മുമ്പ് വന്ന ആരെങ്കിലും ഒക്കെ അങ്ങനെ കുടിച്ചു കാണും അവിടെ. അതുകൊണ്ടാണ് തന്നത്, കൊണ്ടുവന്നത്. വളരെ ശ്രദ്ധിച്ചോണം. വശീകരണ ശക്തിയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പാർക്കുന്നത്. 9-ാമത്തെ ക്വാളിഫിക്കേഷൻ എന്താണ്? തല്ലുകാരനും അരുത്. 2 നിലയിലുള്ള തല്ലുണ്ട്.
ചിലര് കൈകൊണ്ട് തല്ലും, ചിലര് നാവ് കൊണ്ടും തല്ലും. ഇത് രണ്ടും തല്ല് തന്നെ. ഒരു വ്യക്തിയെ ക്രൂരമുഷ്ടി കൊണ്ടും മർദ്ദിക്കാൻ കഴിയും, നാവ് കൊണ്ടും മർദ്ദിക്കാൻ കഴിയും. അല്ലേ? മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 27-28 വാക്യങ്ങളിലല്ലേ ഒരു ഒരു കൂട്ടുദാസന്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കിയ കാര്യം പറയുന്നേ, അല്ലേ? അങ്ങനൊക്കെയുള്ള കാലങ്ങളുണ്ട്. ഇന്നും ആത്മീയ മണ്ഡലങ്ങളിലെ വഴക്കുകൾ കുറയുന്നെന്ന് ഇന്നൊന്നും ചിന്തിക്കേണ്ട. തല്ലും വഴക്കും ഒക്കെ കൂടുന്ന ഒരു കാലഘട്ടത്തിലാണ്. കൈകൊണ്ട് തല്ലും, നാവ് കൊണ്ട് തല്ലും, കസാര എടുക്കും, തൊണ്ടയ്ക്ക് പിടിക്കും, തള്ളും. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? 2 കൊരിന്ത്യർ 11:20 ഒന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ 11:20. നിങ്ങളെ ഒരുവൻ അടിമപ്പെടുത്തിയാലും, ഒരുവൻ തിന്നുകളഞ്ഞാലും, ഒരുവൻ പിടിച്ചുകൊണ്ടുപോയാലും, ഒരുവൻ അഹങ്കരിച്ചാലും, ഒരുവൻ നിങ്ങളെ മുഖത്തടിച്ചാലും നിങ്ങൾ പൊറുക്കുന്നുവല്ലോ. ആമേൻ. പൗലോസ് വിശ്വാസത്തിൽ അങ്ങ് ഉറച്ചങ്ങ് പറയാ, നിങ്ങളെ ഇങ്ങനൊക്കെ ചെയ്താൽ നിങ്ങൾ ക്ഷമിക്കുന്നല്ലോ, പൊറുക്കുന്നല്ലോ. പക്ഷെ നടക്കുവോ? നിങ്ങളെ ഒരാൾ പിടിച്ചോണ്ട് പോയാലോ, നിങ്ങളെ ഒരാൾ അടിമപ്പെടുത്തിയാലോ, നിങ്ങളെ ഒരാൾ അടിച്ചാലോ നിങ്ങൾ പൊറുക്കുന്നല്ലോ. അതാണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്, അല്ലേ? തല്ലുകാരനരുത്. ആത്മീയ മണ്ഡലങ്ങളിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിന്റെ കാരണം 1 സ്നേഹത്തിന്റെ അഭാവം, 2 ക്ഷമിക്കാൻ മനസ്സില്ലായ്മ, 3 സഹിഷ്ണുതയില്ലായ്മ. സ്നേഹമുള്ളിടത്ത് വഴക്കില്ല, ക്ഷമിക്കാൻ കഴിയുന്നിടത്ത് വഴക്കില്ല, സഹിഷ്ണുതയുള്ളിടത്ത് വഴക്കില്ല. ഇത് ആത്മീയ ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത് ദൈവസഭയ്ക്കകത്ത് എവിടെ ഉള്ളത്? ക്രിസ്ത്യ ജീവിതത്തിന് ആദ്യ പാഠങ്ങൾ പോലും പഠിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. യേശുക്രിസ്തു കാണിച്ചതുപോലെ, യേശുക്രിസ്തു ജീവിച്ചതുപോലെ ജീവിപ്പാനുള്ള മനസ്സില്ലാത്ത ക്രിസ്ത്യാനികൾ വർദ്ധിച്ചു വരുന്നു. 10ാമത്തെ കാര്യം പഠിക്കുമ്പോൾ ശാന്തൻ, ജെന്റിലായിരിക്കണം എന്ന് പറഞ്ഞാൽ മാന്യനായിരിക്കണം. ശാന്ത ഗൗരവം വേണമെന്ന. ശാന്തനായിരിക്കുമ്പോൾ തന്നെ ചില വിഷയങ്ങളിൽ നമുക്ക് ഗൗരവം ഉണ്ടായിരിക്കണം. 11ാമത്തെ ക്വാളിറ്റി കലഹിക്കാത്തവനായിരിക്കണം. കലഹിക്കാത്തവൻ എന്ന് പറഞ്ഞാൽ ആരാ? യുദ്ധ മനോഭാവം ഇല്ലാത്തവൻ ആയിരിക്കണം എന്നാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം. അതായത് പ്രശ്നക്കാരനാകരുത്. ഇന്ന് വഴക്കുണ്ടാക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. കലഹത്തിന്റെ ഫലമെന്ന് പറയുന്നത് ആൾനാശം, വസ്തുനാശം, സഭയുടെ നാശം, കുടുംബത്തിന്റെ നാശം, തലമുറകളുടെ നാശം. ഇതൊക്കെയാണ് കലഹങ്ങൾ കൊണ്ടുണ്ടാകുന്നത്. കലഹിക്കാത്തവനായിരിക്കണം, ശാന്തമായിട്ടിരിക്കണം. 12ാമത്തെ ക്വാളിറ്റി ദ്രവ്യാഗ്രഹമില്ലാത്തവൻ ആയിരിക്കണം. തീത്തോസ് 1:7 എന്താ വായിക്കുന്നത്? ദ്രവ്യാഗ്രഹം ഇല്ലാത്തവനായിരിക്കണം. ജീവിതത്തിൽ നമുക്ക് ഞെരുക്കം വരാം,
സമ്പൽ സമൃദ്ധിയും ഉണ്ടാകാം. അതെല്ലാം അറിഞ്ഞ് വേണം നമ്മൾ ജീവിക്കാൻ. 1 തീമോഥെയോസ് 6:10 പൗലോസ് പറയുന്നുണ്ട്, ഫോർ ദ ലവ് ഓഫ് മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൽ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന്റെയും മൂലകാരണമാകുന്നു. ഒരു അധ്യക്ഷൻ ദൈവസഭയെ നടത്തുന്ന ഒരു ലീഡറാണ്. പണം ആ ദൈവദാസന് ആവശ്യമാണെന്നുള്ള സത്യമാണ്. പക്ഷേ ശുശ്രൂഷകൾ പണത്തിന് വേണ്ടിയാകാൻ പാടില്ല. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരുന്ന ഒരു കാര്യങ്ങളിലും ഇടപെടാൻ പാടില്ല. ഇനി 13-ാമത്തെ ഭാഗം, സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനായിരിക്കണം. ഒരു വീട്ടില് ഭാര്യ ഉണ്ടാകാം, മക്കളുണ്ടാകാം, ദാസിദാസന്മാർ ഉണ്ടാകും, ഇതൊക്കെ ശരിയാണ്. ആ ഒരു ചെറിയ കമ്മ്യൂണിറ്റിയെ, ചെറിയ സമൂഹത്തെ ഭരിച്ചു നടത്തുവാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ദൈവസഭയെ ഭരിച്ചു നടത്താൻ കഴിയത്തുള്ളൂ. നമ്മുടെ ഭവനത്തിലാണ് നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകേണ്ടത്. കുടുംബമില്ലാത്ത ഒരു വ്യക്തി ദൈവസഭയെ നടത്തുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി പരിമിതികളുണ്ട്. കാരണം സഹോദരന്മാര് മാത്രമുള്ളതല്ല ദൈവസഭ. ദൈവസഭയ്ക്കകത്ത് സഹോദരിമാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അല്ലേ? ഇവരെല്ലാവരും ചേർന്നാണ് സഭ എന്ന് പറയുന്നത്. പാസ്റ്ററോട് പറയാൻ പറ്റാത്ത ധാരാളം കാര്യങ്ങൾ സഹോദരിമാരുടെ ജീവിതത്തിലുണ്ട്. അവർ കണ്ടെത്തുന്ന അവരുടെ വിഷയങ്ങൾ പറയുന്നത് പാസ്റ്റർ ഭാര്യയോടാണ്. സഹോദരന്മാരും ഉൾക്കൊള്ളുന്ന സമൂഹമാണ് ദൈവസഭ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്ന ഒരാൾ മാത്രമേ സഭാ ശുശ്രൂഷനാകാൻ പാടുള്ളൂ. 14-ാമത്തെ കാര്യം, മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ ഭരിക്കുന്നവൻ ആയിരിക്കണം. കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യത്തിനും ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്ന ആകാൻ പാടില്ല. അത് പിന്നത്തേത് വലിയ നാശം ചെയ്യും. 1 ശമൂവേൽ 3:13 വായിക്കാമോ? 1 ശമൂവേൽ 3:13. പഴയ നിയമത്തിൽ നിന്നൊരു കാര്യം ഓർപ്പിക്കാൻ. അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ചമർത്തായിക കൊണ്ട് ഞാൻ അവന്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കും എന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. ഏലിയോടുള്ള ദൈവത്തിന്റെ ദൂതാണിത്. ഏലിയുടെ മക്കൾ ഹൊഫ്നിയും ഫിനെഹാസിന്റെയും പ്രശ്നം എന്താ? അവരൊരു ദൈവദൂഷണം ചെയ്യുന്നവരായിരുന്നു. അന്നേരം അത് അറിഞ്ഞിട്ടും ആരറിഞ്ഞു? അപ്പൻ അറിഞ്ഞു, ഏലി അറിഞ്ഞു, മക്കൾ ഇങ്ങനെ പലതും ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. യാഗത്തെ മലിനപ്പെടുത്തുമായിരുന്നു, ദർശനത്തിന് തടസ്സം നിൽക്കുമായിരുന്നു, അനുസരിക്കത്തില്ലായിരുന്നു, ദൈവത്തിന്റെ ന്യായവിധി മുൻകൂട്ടി അറിഞ്ഞിട്ടും മടങ്ങി വരാത്തവരായിരുന്നു. ഒത്തിരി വിഷയങ്ങളുണ്ട്. അന്നേരം ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ അപ്പനായ ഏലി പുരോഹിതൻ കേട്ടിട്ട് മക്കളെ ശാസിച്ചമർത്തിയില്ല എന്ന് വചനം പറയുന്നു. മക്കളെ സ്നേഹിച്ചാൽ മാത്രം പോരാ, അവരെ ശാസിക്കണം, ശാസിച്ചമർത്തേണ്ട കാര്യം അമർത്തണം.
അതുകൊണ്ട് അതിന്റെ പരാജയങ്ങൾ ഇസ്രയേലിൽ വന്ന് സംഭവിച്ചത് ഞാൻ വിവരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. ദൈവത്തിന്റെ പട്ടകം പിടിവിട്ടുപോയി. ഏലിയുടെ മരണം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതായത് എന്താ, കഴുത്തൊടിഞ്ഞാണ് ഏലി മരിക്കുന്നത്. മക്കള് രണ്ടുപേരും പട്ടകത്തോട് മരിച്ചുപോയി. ഒത്തിരി വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കുടുംബം സമൂഹത്തിന്റെ മുമ്പിൽ ചോദ്യചിഹ്നമാകാൻ പാടില്ല. ഭാര്യയെയും മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് സുവിശേഷ വേല ചെയ്യുന്നവരുണ്ട്. അത് പാപമാണ്. കുടുംബസ്ഥരായവരെ രണ്ടു വശത്തോട്ടും പിരിച്ചു വിട്ടിട്ട് സുവിശേഷ വേലയ്ക്ക് മേൽനോട്ടം കൊടുക്കുന്നവരുണ്ട്. ഇതെല്ലാം തെറ്റ് തന്നെയാണ്. 15-ാമത്തെ കാര്യം, പുതിയ ശിഷ്യൻ അരുത്. 1 തീമോഥെയോസ് 3:6 നമ്മൾ വായിച്ചായിരുന്നു. എന്താ ഈ പുതിയ ശിഷ്യൻ? രക്ഷയിൽ വന്ന ഉടനെ അനുഭവം ഒന്നുമില്ലാത്ത ഒരു വിശ്വാസിയെ അധ്യക്ഷനാക്കിയാൽ പിശാചിന് സംഭവിച്ചത് സംഭവിക്കും. കാരണം നിഗളം ഉണ്ടാകും. നല്ല പക്വതയിൽ എത്തുന്ന ഒരാളായിരിക്കണം ദൈവസഭയെ നയിക്കേണ്ടത്. പരിചയസമ്പന്നരായ ദൈവദാസന്മാരുടെ കീഴിൽ അഭ്യസിച്ച് ജീവിതം പഠിച്ചവരായിരിക്കണം അധ്യക്ഷന്മാര്. പുതിയ ശിഷ്യനാകില്ല. പതിനാറാമത്, പുറത്തുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനായിരിക്കണം. അകത്ത് മാത്രം സാക്ഷ്യം പ്രാപിച്ചാൽ പോരാ, പുറത്തുള്ളവരോട്. അതായത് നമ്മള് ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് ഇറങ്ങിച്ചെന്നാൽ, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിച്ചെന്നാൽ സമൂഹത്തിൽ ഒരു അംഗീകാരം ഉണ്ടായിരിക്കണം. ഒരു അധ്യക്ഷന്റെ ശ്രേഷ്ഠ ഗുണങ്ങൾ സഭയ്ക്കകത്തും വീട്ടിലും മാത്രമല്ല, പുറത്തും അത് വെളിപ്പെടണം. അവന്റെ ക്വാളിറ്റി അവൻ സൂക്ഷിക്കണം. ഇനി 17-ാമത്, ധനശാലിയായിരിക്കണം. വർത്തി ഓഫ് റെസ്പെക്ട്, ബഹുമാനിപ്പാൻ യോഗ്യനായിരിക്കണം എന്നർത്ഥം. ധനശാലി എന്ന് പറഞ്ഞാൽ ഗൗരവത്തിൽ വലിയ ഉച്ചത്തിൽ സൗണ്ട് എടുത്ത് സംസാരിക്കുന്ന നല്ല അർത്ഥം. ഒരു അധ്യക്ഷൻ മറ്റുള്ളവരാൽ ബഹുമാനിപ്പാൻ യോഗ്യനായിരിക്കണം എന്നർത്ഥം. 18-ാമത്തെ കാര്യം, ഇരുവാക്കുകാർ ആകരുത്. നോട്ട് ഡബിൾ ടങ്ക്ഡ്. ഇരുവാക്ക്. എയോടൊരു കാര്യം പറയും, ബിയോട് വേറൊരു കാര്യം. നമുക്കൊരൊറ്റ വാക്കേ ഉള്ളൂ, രണ്ട് വാക്കുകൾ പറയും. ഒരു വാക്കും പിന്നെ മറ്റൊരു വാക്കും ആകരുത്. ഞാന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം ഓർക്കുന്നുണ്ട്. എന്റെ രണ്ടാമത്തെ ബ്രദറിലോ ദീർഘവർഷം ചേർത്തലയിൽ കർത്താവിന്റെ വേല ചെയ്തു. അദ്ദേഹം ഇങ്ങനെ ഒരു സൈക്കിളിലാ പോയി സുവിശേഷ വേലയൊക്കെ ചെയ്യുന്നത്, പഴയ കാലമല്ല. അന്നേരം ഒരു വീട്ടില് പോകാൻ വേണ്ടി സൈക്കിൾ ഒരു സൈഡിൽ വെച്ചിട്ട് സുവിശേഷം പറയാൻ കയറിയിട്ട് തിരിച്ചു വന്നപ്പോ സൈക്കിൾ കള്ളന്മാരും സൈക്കിളില്ല. വളരെ ബുദ്ധിമുട്ടൊക്കെ വീട്ടിൽ വന്നപ്പോ അവിടെ അന്നത്തെ ചർച്ചിന്റെ പ്രസിഡന്റ് അവിടെ ഉണ്ട്. പിന്നെ അമേരിക്കയിൽ നിന്നൊരു ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്.
ആ, അന്നേരം പാസ്റ്റർ എന്താ വരാൻ താമസിച്ചെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചപ്പോ പറഞ്ഞ എന്റെ സൈക്കിൾ ഇതുപോലെ കള്ളന്മാര് കൊണ്ടുപോയി, അതുകൊണ്ടാണ്. അന്നേരം അമേരിക്കക്കാരൻ പറഞ്ഞു അതെല്ലാം നന്മയ്ക്കാ പാസ്റ്റർ, അതുകൊണ്ട് പാസ്റ്റർക്ക് ഞാൻ സ്കൂട്ടർ വാങ്ങിക്കാനുള്ള പൈസ ഇന്നാടെ കൊടുത്തേക്കാം. അത് ഞാൻ ഇപ്പം പൈസ കൊണ്ടുവന്നിട്ടില്ല, ഞാനത് കൊടുത്തേക്കാം, അത് ഓഫീസിൽ അത് വാങ്ങിച്ചോളാം. അന്നേരം സ്കൂട്ടറിനുള്ള പൈസ വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ അളിയൻ ചർച്ചിന്റെ ഓഫീസിൽ പോയി. അവിടെ ചെന്നപ്പോ വളരെ വേഗത്തിൽ സ്കൂട്ടറിന്റെ പൈസ സൈക്കിളിന്റെ പൈസയായിട്ട് മാറിപ്പോയി. മനസ്സിലായോ? അന്നേരം ഇരുവാക്കുകാരാകല്ലേ. സ്കൂട്ടറിന് പൈസ കൊടുത്താൽ സ്കൂട്ടറാണ്, സ്കൂട്ടറിന് പൈസ കൊടുത്താ പുള്ളി കൊടുത്തില്ലെന്നേ ഉള്ളൂ. അമേരിക്കയിൽ നിന്ന് വന്ന ബ്രദർ കൊടുത്തതാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്, പക്ഷെ കൊടുത്തില്ലെന്നേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. 19 വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവനായിരിക്കണം. വിശ്വാസത്തിന്റെ മർമ്മം നമ്മൾ വിശ്വസിക്കുന്നത് പ്രസംഗിക്കണം, അത് നടപ്പാക്കാൻ നമ്മൾ ശ്രമിക്കണം. പ്രവൃത്തിയിലൊക്കെ മാറ്റം വരുത്തേണ്ട രംഗങ്ങളിൽ നമ്മുടെ വിശ്വാസം വെളിപ്പെടുത്തണം. 20 കുറ്റമറ്റവരായിരിക്കണം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നല്ല സാക്ഷ്യം വേണം. ഒരു അധ്യക്ഷന് നല്ല സാക്ഷ്യം വേണം. സന്ദർഭം കൊണ്ട് ജീവിതം തെളിയിക്കണം. ഇതൊക്കെ സഭാശുശ്രൂഷകന്മാരുടെ യോഗ്യതകളാണ്. ഞാൻ 20 കാര്യം പറഞ്ഞത്. സഹോദരിമാർക്കും ഒത്തിരി ശുശ്രൂഷകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. റോമാലേഖനം 16-ാം അധ്യായം 1-2 വാക്യങ്ങൾ നിങ്ങൾ സമയം പോലെ വായിക്കണം. കങ്കരയിലെ സഭയിലെ ഫേബ അപ്പോസ്തലനായ പൗലോസിനാൽ ഒത്തിരി പ്രശംസിക്കപ്പെട്ടവളായിരുന്നു. കർത്തൃവേലയ്ക്ക് കൈത്താങ്ങലായി ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത അനേക സഹോദരിമാരെ പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ചില വർഷങ്ങൾക്ക് മുമ്പ് ആന്ധ്രയിൽ ചില മീറ്റിങ്ങുകൾക്കൊക്കെ ഞാൻ കടന്നുപോയപ്പോൾ ഇപ്പൊ ആന്റി ഒന്നും കാണത്തില്ല. അവിടെ മോളി ആന്റി എന്ന് പറഞ്ഞൊരു ആന്റി ഉണ്ടായിരുന്നു. ഒരു വലിയ സഭ ആ ദൈവദാസി വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാണുവാനിടയായി. സൂസമ്മ സിസ്റ്റർ ഇതിനകത്തുണ്ടോ? സൂസമ്മ ബേബി പോയോ? പോയി ഇല്ല. ഓക്കെ. ആ കർത്താവിന്റെ ദാസിയൊക്കെ വളരെ ഭംഗിയായി ദൈവസഭയ്ക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസിയാണ്. സഹോദരന്മാരെ ഏൽപ്പിച്ച ശുശ്രൂഷകളുണ്ട്, സഹോദരിമാരെ ഏൽപ്പിച്ച ശുശ്രൂഷകളുണ്ട്. എല്ലാം വ്യത്യസ്തമാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ബ്രേക്ക് തരുന്നു. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് പഠിക്കാം.